ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ കുഞ്ഞിനെ രാവിലെ സ്കൂളിലൊക്കെ വിട്ട് പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇവിടെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. കുറച്ച് ദിവസമായി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. പിന്നെ വീട്ടിൽ മമ്മിയും പപ്പായും ഒന്നുമില്ല. പപ്പയും കൊണ്ട് മമ്മി ആശുപത്രിയിൽ പോയേക്കുക ഡയാലിസിസിന്. അപ്പം ഞാൻ ഫ്രീ ആയിരുന്നു, രാവിലെ പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് പിന്നെ ഇച്ചിരി ആരോഗ്യമുണ്ട് കേട്ടോ ഇന്ന്, അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇച്ചിരി കട്ടിപ്പണി ചെയ്തേക്കാമെന്ന്. അങ്ങനെയാണ് ഇന്ന് ദണ്ട ഈ ഒരു ലെയറിൽ ഞാൻ കുറേ ഇങ്ങനെ അലുകുലത്തെ ചെടികളെല്ലാം ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊരു ഭംഗിയായിട്ട് തോന്നിയില്ല. കുറേ ദിവസം കൊണ്ട് ആലോചിക്കും ഇതൊക്കെ ഒന്ന് മാറ്റണം, റീഅറേഞ്ച് ചെയ്യണമെന്ന്. അല്ലെങ്കിലും അറിയാമല്ലോ, ഈ ചെടിപ്രാന്തുള്ളവർക്കൊക്കെ ഇങ്ങനെ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പം ഇതെല്ലാം അവിടെ നിന്ന് എടുത്ത് ഇവിടെ വെക്കും, ഇവിടെ നിന്ന് എടുത്ത് അവിടെ വെക്കും. നാറാണത്ത് ഭ്രാന്തൻ്റെ പരിപാടിയാണല്ലോ. അപ്പോൾ ആ പരിപാടിയാണ് ഞാനും ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചുവരോട് ചേർന്ന് ഇവിടെ കുറച്ച് സ്പേസിൽ മണ്ണൊക്കെ ഇട്ടാൽ ഞാൻ വീട് പണിയിപ്പിച്ചപ്പം തന്നെ ചെയ്തിരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ചെടിയൊക്കെ നടണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. ഞാൻ കുറേ പൊന്നാങ്കണ്ണി ചീര വളർത്തി അതൊക്കെ എടുത്ത് കൂട്ടാൻ വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ അതൊക്കെ അങ്ങ് നശിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കെയർ ചെയ്യാറില്ല. കാരണം ഇഷ്ടം പോലെ ആയി. ഈ സൈഡ് ഇതുണ്ട്, ആ സൈഡ് മൊത്തം പൊന്നാങ്കണ്ണിയാണ്, അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇതെല്ലാം കൂടെ എന്തോ ചെയ്യാൻ, അങ്ങനെ ശ്രദ്ധിക്കാതെ ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നിത് വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്താലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്നിവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അതായത് എനിക്ക് ഒരു 5-6 ചെടിച്ചട്ടിക്കകത്ത് അഡീനിയം പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. ഈ അഡീനിയം എന്ന് പറയുന്ന കുറേ തണ്ട് ഇങ്ങനെ വന്നിട്ട് മുകളിൽ മാത്രം കുറച്ച് പച്ചപ്പും 1-2 പൂക്കളും അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു അതിവിടെ ഈ മണ്ണുള്ള ഏരിയയിൽ ഒന്ന് നിരത്തി വെക്കാമെന്നേ. ഇതിൽ 1-2 എണ്ണത്തിലൊക്കെ പൂ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഇതിൽ ഒരു പൂ നിപ്പുണ്ട്, വേറെ ഒരെണ്ണത്തിൽ ഒരു 6-7 മൊട്ട് നിപ്പുണ്ട് കേട്ടോ. അല്ലാത്ത 2-3 എണ്ണം എനിക്ക് ഇതുവരെയും പൂത്തിട്ടില്ല. ഇനിയിപ്പോൾ പൂക്കൊന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൂച്ചെടികളെക്കാട്ടിലും ഇഷ്ടം ഇലച്ചെടികളോടാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പൂച്ചെടികളാണെങ്കിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം, ഇത് എന്ന് പൂക്കുമെന്ന്. പക്ഷേ ഇലച്ചെടികളാണെങ്കിലോ എന്നും അതിനൊരു ഭംഗി കാണും. അപ്പോൾ നമ്മൾ എപ്പം നോക്കിയാലും നമുക്കൊരു സന്തോഷം കിട്ടും. അതുകൊണ്ടാണ് എനിക്ക് ഇലച്ചെടികളോട് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? പിന്നെ ഈ ചെടിച്ചട്ടികളെല്ലാം ഇതുപോലെ ഇങ്ങനെ തറയിൽ വെക്കുന്ന കാരണം മഴ പെയ്യുമ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴെല്ലാം ഇതുപോലെ മണ്ണ് ആ ചെടിച്ചട്ടിയിലെല്ലാം പറ്റിയിരിക്കുകയാണ്. നമുക്ക് ഇതിപ്പം ഇതൊക്കെ ഒന്ന് തൂത്ത് മണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കി കളയാം. ഒന്ന് കഴുകി കളയുവാണെങ്കിൽ വൃത്തിയായിട്ടിരിക്കും. അത് ഞാൻ പിന്നെ ചെയ്തോളാം കേട്ടോ. എനിക്ക് ഈ ചെടികളെന്നൊക്കെ പറഞ്ഞ ഒരു പ്രാന്താണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചെടികൾ നടുന്നതും അതിനെ കെയർ ചെയ്യുന്നതും കൃഷി ചെയ്യുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ആരോഗ്യം ഒരിക്കലും എനിക്കിതിന് സപ്പോർട്ട് ചെയ്യാറില്ല. കുറച്ച് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു 2-3 ദിവസം മാക്സിമം ചിലപ്പോഴും ഒരു ആഴ്ച വരയ്ക്കും ഞാൻ പിന്നെ എണീക്കാൻ വയ്യാതെ കിടപ്പിലായിപ്പോൾ നടുവേദന കാരണം. എന്നാലും ആഗ്രഹം കൊണ്ട് വീണ്ടും വല്ലതുമൊക്കെ ചെയ്യും, വീണ്ടും കിടപ്പിലാവും. അതാണ് എൻ്റെ ഒരവസ്ഥയെ. അതുകൊണ്ട് തന്നെയായിരിക്കും വീട്ടിൽ ആരും എന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യാറില്ല കേട്ടോ. ഉള്ളതൊക്കെ മതി, അധികം വേണ്ട എന്ന് തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്. അതുപോലെ ഞാനിങ്ങനെ ഇതുപോലത്തെ കട്ടിപ്പണികളൊന്നും ചെയ്യുന്നതിന് ആർക്കും താല്പര്യമില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട കടമകൾ പലതും ചെയ്യാൻ പറ്റാതെ വരും ചിലപ്പോഴൊക്കെ. പിന്നെ ഞാൻ ഈ കട്ടിപ്പണി എന്ന് പറഞ്ഞപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഇതെന്തോ കട്ടിപ്പണിയായി, ഇച്ചിരി ചെടി നടുന്നതോ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടി മാറ്റി വെക്കുന്നതോ ചപ്പുചവറ് വാരിക്കളയുന്നതോ ഇതൊക്കെയാണോ കട്ടിപ്പണിയെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കട്ടിപ്പണി തന്നെയാണ്. കാരണം എനിക്ക് ഡിസ്കിന് പ്രോബ്ലം ഉള്ളതാണ്, സർജറി സജസ്റ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു ആഗ്രഹം കാരണമാണ് ഞാൻ ഇതൊക്കെ ചെയ്തു ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ എനിക്ക് മുകളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. ഈ പടിയൊക്കെ ചെയ്യുന്നത് കൊള്ളാം, വൈകുന്നേരം വന്നിട്ട് എനിക്ക് അവിടെ വേദന, എനിക്ക് ഇവിടെ വേദന എന്ന് പറഞ്ഞേക്കല്ലേ, ഞാൻ എണ്ണയോ ഓയിൻമെൻറ്റോ ഒന്നും ഇട്ട് തരത്തില്ല എന്നൊക്കെ ഇപ്പോഴേ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ഞാൻ ഇപ്പോൾ കൊണ്ടുവച്ചില്ല ഈ ഒരു പുൽച്ചെടി, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇതിന് വേറെ ഒരു ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇങ്ങനെ എനിക്കൊന്നും ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എന്തുവാ ചെടിയെന്നോ ചെടിയുടെ പേരോ ഒന്നും അറിയത്തില്ല. പുല്ല് പോലെ ഇങ്ങനെ വളർന്നിരിക്കും. പക്ഷേ ഒരു ദോഷമുണ്ട്, ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും പിറ്റേ ദിവസം മൊത്തം വാടിപ്പോകും. അതുകൊണ്ട് ഡെയിലി നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു ചെടിയാണ്. പക്ഷേ കെയർ കൊടുത്താലും വേണ്ടില്ല, കാരണം നല്ല ഭംഗിയായി ഇതിങ്ങനെ നിൽക്കുന്ന കാണാൻ. നല്ല പച്ച കളറും അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഒരു ബ്യൂട്ടി തന്നെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പുൽച്ചെടിയാണ് ഇത്.
അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഞാൻ ഇതിനെ സിറ്റ് ഔട്ടിലാണ് വെച്ചിരുന്നത്. കാരണം കയറി വരുമ്പോൾ തന്നെ നമുക്കത് കാണാനും ഒരു സന്തോഷം കിട്ടാനും വേണ്ടിയിട്ട് അവിടെ വെച്ചിരുന്നത്. പിന്നെ ഇന്നത്തെ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഞാൻ ഓർത്തു ഈ ഒരു പടിക്കെട്ട് പോലെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവിടെ ഇതാകുമ്പോൾ അധികം പൊക്കമൊന്നുമില്ല, ഇങ്ങനെ ക്യൂട്ടായിട്ട് സിമ്പിളായിട്ട് അതവിടെ നിരന്നിരുന്നോളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ച്. അപ്പോൾ എങ്ങനെയുണ്ട്, അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ ഇതുവരെ അത് സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു അതുപോലെ ഒരു ചെറിയ ഒരു സെറ്റപ്പ് നമുക്കിവിടെ ചെയ്യാം. ഇതിപ്പോൾ 2 ലെയർ ആയിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അതുപോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. താഴെ അതായത് തറയിൽ ഒരു ലെയർ ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ ആ ഒരു ചെറിയ സ്റ്റെപ്പിൽ വെച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ അകത്തെ മണ്ണിൻ്റെ അവിടെയും ഒരു സ്റ്റെപ്പിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 സ്റ്റെപ്പ് ആയില്ലേ, നമുക്കൊരു ചെറിയൊരു വെർട്ടിക്കൽ ഗാർഡനും ആയി. നമ്മുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് അത് വെക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ചെടി വിശേഷം. ഞാൻ ആദ്യം തന്നെ ഇവിടെയൊക്കെ കുറേ ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. അതാ കുറേ വേസ്റ്റ് എനിക്കുണ്ടായത്. നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയും വേസ്റ്റ് എവിടെ നിന്നാണ് കിട്ടിയത് കൊണ്ട് കളയാനെന്ന്. ഞാനിവിടെ കുറേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചിട്ട് ബാക്കി ആ വീഡിയോ എടുത്ത്. അപ്പോൾ ഇതാ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ്. ഇത് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.